സാർ നമസ്കാരം. നമസ്കാരം. 42 വർഷങ്ങൾക്ക് മുൻപ് ഒരു ഫിലിം റെപ്രസെൻറ്റേറ്റീവിനെ കാറിൽ കത്തിച്ച് അദ്ദേഹത്തിൻ്റെ ബോഡിയുടെ അവശിഷ്ടങ്ങൾ മറ്റൊരു രാജ്യത്ത് കാണിച്ചു കൊടുത്ത് അതിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ ഇൻഷുറൻസ് തട്ടി എടുത്ത ഒരു പ്രമാദമായ കേസുണ്ടായിരുന്നു. സുകുമാരക്കുറുപ്പ് കേസ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കേരളത്തിലെ പോലീസിൻ്റെ കേസ് ഡയറിയിൽ ഇതുപോലെ ഇത്രയും ചരിത്ര പ്രാധാന്യം നേടിയിട്ടുള്ള മറ്റൊരു കേസ്, ചീത്തപ്പേരുണ്ടാക്കിയ ഒരു കേസ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് തോന്നുന്നത്. ഇപ്പോഴും ഏതാണ്ട് ഈ സുകുമാരക്കുറുപ്പിന് കാണാതായതിന് ശേഷം 46 വർഷം പിന്നിടുന്നു. 42 വർഷം പിന്നിടുന്നു. ഈ 42 വർഷം പിന്നിടുമ്പോഴും ഈ കേസ് കേരളീയ സമൂഹത്തിന് മുന്നിൽ ഇപ്പോഴും ഒരു കീറാമുട്ടിയായി നിൽക്കുന്നു. കേരള പോലീസിന് മുമ്പിൽ കീറാമുട്ടിയായി നിൽക്കുന്നു. മാത്രമല്ല കേരളത്തിൽ ഇതൊരു വലിയ സമസ്യയായി നിൽക്കുന്നു. കേരളത്തിലെ പോലീസുകാർക്ക് കണ്ടെത്താൻ പറ്റാത്ത വിധമുള്ള എന്ത് കേസാണ്, എന്ത് തരത്തിലുള്ള ക്രിമിനൽ കുറ്റമാണ് കേരളത്തിൽ നടക്കുന്നത്. കേരള പോലീസ് ലോകോത്തര പോലീസ് തന്നെയാണ്. അവരെ കൈക്കും കാലിലും ചങ്ങലയിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വതന്ത്രമായി വിട്ടു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും നല്ല പോലീസ് സേന തന്നെയാണ് കേരളത്തിലേത് എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ 42 വർഷം മുൻപ് തിരോധാനം ചെയ്ത് വലിയൊരു കൊലപാതകം ചെയ്ത് തിരോധാനം ചെയ്ത് സുകുമാരക്കുറുപ്പിനെ പിടിക്കാൻ എന്തുകൊണ്ട് കേരളത്തിലെ പോലീസിന് സാധിച്ചില്ല എന്നുള്ളൊരു ചോദ്യം പ്രസക്തമായി നിൽക്കുന്നതോടൊപ്പം ഈ ഒരാഴ്ച മുമ്പ് മലയാളത്തിലെ ഒരു പ്രമുഖ ചാനലായ 24 എന്ന ചാനലിൻ്റെ ഒരു പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ട് നന്ദകുമാർ സാർ ഈ വിഷയത്തെക്കുറിച്ച് ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടായി. എനിക്ക് തോന്നുന്നു സുകുമാരക്കുറുപ്പിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ആ ഫിലിം റെപ്രസെൻറ്റേറ്റീവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് സാർ അന്ന് ക്രൈം മാഗസിനുമായി ബന്ധപ്പെട്ട് അതിനുശേഷവും ധാരാളം വാർത്തകൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അന്ന് 24-ൽ സാറ് നടത്തിയ അഭിമുഖത്തിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറെ മുന്നോട്ട് പോയൊരു മാധ്യമപ്രവർത്തകനാണ് നന്ദകുമാർ സാർ എന്നുള്ളത് തന്നെയാണ്. സാർ, ഈ മാറിയ സാഹചര്യത്തിൽ, അതായത് ഒരു കേസ് 42 വർഷം പിന്നിടുമ്പോഴും അയാളെ കണ്ടെത്താൻ സാധിക്കുന്നില്ല, കുറ്റക്കാരനെന്ന് പറഞ്ഞ ഒരാളെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഇന്നിപ്പോൾ സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നല്ല പ്രായമായ ഒരു വൃദ്ധനായി മാറിയിട്ടുണ്ടാകും. മാറിയ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ കേസ് കേരളീയ സമൂഹത്തിൽ വീണ്ടും പ്രസക്തി ആർജിക്കുന്നത്? ഇനിയും സുകുമാരക്കുറുപ്പിനെ കണ്ടെത്താനുള്ള സാധ്യതയുണ്ടോ? അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ? എങ്ങനെയാണ് ഒരു അന്വേഷണാത്മക പത്രപ്രവർത്തനം നടത്തിയ ഒരാളെന്ന രീതിയിൽ, ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ നന്ദകുമാർ സാർ ഇതിനെ വിലയിരുത്തുന്നത്? അതായത് പിണറായി വിജയനൊക്കെ മാതൃകയാക്കാവുന്ന കൊടും കുറ്റവാളിയാണ് സുകുമാരക്കുറുപ്പ്. ചിലപ്പം സുകുമാരക്കുറുപ്പിൻ്റെ തട്ടിപ്പുകളെല്ലാം പഠിച്ചിട്ടായിരിക്കാം പിണറായി വിജയൻ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളൊക്കെ നടത്തിയിട്ടുണ്ടാവുക എന്നുള്ളത് തോന്നുന്നു. സുകുമാരക്കുറുപ്പ് കാണാമറയത്ത് നിന്നിട്ട് സുഖമായി ജീവിക്കുന്നു. പിണറായി വിജയൻ ഇവിടെ പബ്ലിക്കായി തന്നെ ജനങ്ങളെ പറ്റിച്ച് പരസ്യമായി ജീവിക്കുന്നു. ജനങ്ങൾക്ക് മുമ്പിൽ എല്ലാ തട്ടിപ്പും നടത്തിയ ശേഷം സസുഖം ജീവിക്കുന്നു. രണ്ടുപേർക്കും പ്രശ്നമില്ല. പ്രശ്നമുള്ളത് സാധാരണക്കാർക്ക് മാത്രമാണ്. ഒരു പാവപ്പെട്ട ഫിലിം റെപ്രസെൻറ്റേറ്റീവിനെ ആലപ്പുഴയിൽ വെച്ച് കത്തിച്ച്, ചെങ്ങന്നൂരിൽ വെച്ച് കത്തിച്ച് അതിൻ്റെ ബോഡി തൻ്റേതാണെന്ന് വരുത്തിച്ച് അങ്ങനെ അതിൽ കൂടെ അദ്ദേഹത്തിന് 8 ലക്ഷം രൂപ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം ഈ പരിപാടിക്ക് ഒപ്പിച്ചിരുന്നത്. 1984 ഈ പരിപാടി നടത്തിയിട്ടുള്ളത്. അങ്ങനെ നടത്തിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെ അടക്കം അറസ്റ്റ് ചെയ്തെങ്കിലും അതിൽ അദ്ദേഹത്തെ മാത്രം അറസ്റ്റ് ചെയ്ത്, മുഖ്യപ്രതിയായ സുകുമാരക്കുറുപ്പിനെ മാത്രം അറസ്റ്റ് ചെയ്തില്ല. അന്ന് ക്രൈം പ്രസിദ്ധീകരിച്ച വാർത്ത പ്രകാരം 1998 തോന്നുന്നു ക്രൈം ടൈറ്റസ് കെ വിളയിലാണ് ആ ലേഖനം, അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയത്. അദ്ദേഹം പത്തനംതിട്ടക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അന്വേഷണ റിപ്പോർട്ട് പ്രകാരം അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന വയലാർ രവിയാണ് ഈ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തത് എന്നുള്ളതാണ് അന്ന് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതിനാസ്പദമായ തെളിവുകളും അത് പ്രസിദ്ധീകരിച്ചിരുന്നു. എല്ലാവരും വിചാരിച്ച് പിന്നീട് സുകുമാരക്കുറുപ്പ് ഇവിടെ നിന്ന് നേപ്പാളിലേക്ക് രക്ഷപ്പെട്ടു പൊന്നപ്പൻ എന്ന് പറയുന്ന ഒരു ഡ്രൈവർ ഒക്കെ വെളിപ്പെടുത്തിയത് അദ്ദേഹം രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ഈ അടുത്ത കാലത്ത് ജോർജ് ജോസഫ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത്, റിട്ടയർഡ് എസ് പി പറഞ്ഞത്, അദ്ദേഹം ബൊക്കാറയിൽ വെച്ച് ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. അവിടുത്തെ ഒരു രത്നമ്മ എന്ന് പറയുന്ന നേഴ്സ് അവിടെ ഉണ്ടെന്നുള്ളൊരു കത്ത് 1988 അയച്ചിരുന്നു. 1990 അദ്ദേഹം അന്വേഷിക്കാൻ പോയി. അദ്ദേഹം അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ ഒരാളെ
അവിടെ നിന്ന് എല്ലാ രേഖകളും അടക്കം രക്ഷപ്പെട്ടു എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഇതേപോലെ 3-4 ഹോസ്പിറ്റലിൽ അദ്ദേഹം മാറി പോവുകയും ഇതേപോലെ ജോഷി എന്നുള്ള പേരിലാണ് എല്ലായിടത്തും പേരുണ്ടായിരുന്നത്. പക്ഷേ അവിടങ്ങളിലെല്ലാം റെക്കോർഡ് ചെയ്ത് അദ്ദേഹം മുങ്ങി എന്നുള്ളതാണ്. ഇത് വിശ്വാസയോഗ്യമല്ല. ഒരു ഹോസ്പിറ്റലിൻ്റെ എല്ലാ രേഖകളടക്കം മുങ്ങി എന്ന് പറയുന്നൊരു കാര്യം നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പല ആളുകളും കണ്ടിട്ട് ഇതാക്കിയിട്ടുണ്ടെങ്കിൽ അത് സുകുമാരക്കുറുപ്പിനെ തന്നെ പല സ്ഥലത്തും കണ്ടു എന്നുള്ള വാർത്ത വരുമ്പോൾ അതിനെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി അദ്ദേഹം തന്നെ ചില ആളുകളെ നിശ്ചയിച്ച് അവിടെ കഥയുണ്ടാക്കി അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഇനി അതിനകത്ത് പറഞ്ഞത് ലാസ്റ്റ് കണ്ട ഹോസ്പിറ്റലിലെ ഡോക്ടർ പറഞ്ഞത് 1 ദിവസം കൊണ്ട് അദ്ദേഹം മരിച്ചു പോകും, ഹാർട്ട് അറ്റാക്ക് കാരണം മരിച്ചു പോകുമെന്ന് പറഞ്ഞു എന്നാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജോർജ് തോമസ് പറഞ്ഞത് അദ്ദേഹം മരിച്ചിട്ടുണ്ടാകുമെന്നുള്ളതാണ്. എന്നാൽ അങ്ങനെയല്ല എന്നാണ് അലി അക്ബർ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഗവൺമെൻറ് കൊടുത്ത് 2017 കൊടുത്ത റിപ്പോർട്ട് പ്രകാരമുള്ളത്. ഇത് തന്നെയാണ് ക്രൈമിന് കിട്ടിയുള്ളത്. ഇദ്ദേഹം ഗൾഫിലാണെന്നും സസുഖം അവിടെ ഭാര്യയോടൊപ്പം കഴിയുകയാണെന്നും അവിടെ യാതൊരു പ്രശ്നവുമില്ലെന്നും അദ്ദേഹത്തിന് കുട്ടികളും അതേപോലെ കുടുംബത്തോടൊപ്പം ബന്ധപ്പെടാറുണ്ട് എന്നും അങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങളാണ് പലരും പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല പല ആളുകളും അദ്ദേഹത്തെ കണ്ടതായിട്ടുള്ള കാര്യങ്ങളും ചെങ്ങന്നൂരിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ വെച്ച് കണ്ടതായിട്ടുള്ള റിപ്പോർട്ട് പോലും പിന്നീട് പറയുകയുണ്ടായി. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥയിലേക്ക് കടക്കുമ്പോൾ ഞാൻ അലി അക്ബറുമായി വളരെ വിശദമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് തീർച്ചയായും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള 150ഓളം തെളിവുകൾ സഹിതമാണ് ഞാൻ റിപ്പോർട്ട് കൊടുത്തത്. ആ റിപ്പോർട്ട് കൃത്യമായി പഠിച്ച് അന്വേഷണം നടത്തി സയൻറ്റിഫിക്കായി അന്വേഷണം നടത്തിയാൽ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായ സംവിധാന പ്രകാരം മോഡേൺ ആയിട്ടുള്ള സംവിധാന പ്രകാരം ടെക്നോളജി പ്രകാരം ഈ ബന്ധുക്കളുടെ ഫോൺ നമ്പർ ട്രേസ് ചെയ്താൽ തന്നെ ഭാര്യയുടെയും മക്കളുടെയും ഒക്കെ തന്നെ നമ്പർ ട്രേസ് ചെയ്താൽ തന്നെ കഴിഞ്ഞ കുറേ കാലമായി അവർ വിളിക്കുന്ന നമ്പർ ട്രേസ് ചെയ്യുക, ലൊക്കേഷൻ കണ്ടെത്തുക, ഏതൊക്കെ നമ്പറിൽ നിന്ന് വിളിച്ചിട്ടുണ്ടെന്ന് നോക്കുക. അങ്ങനെ നോക്കിയാൽ തന്നെ സുകുമാരക്കുറുപ്പിനെ കണ്ടെത്താൻ പറ്റുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അദ്ദേഹം സസുഖം കേരളത്തിൽ അല്ല ഉള്ളത്, വിദേശത്ത് എവിടെയോ താമസിക്കുന്നുണ്ട്. വിദേശത്ത് എല്ലാ രാജ്യങ്ങളിലും അദ്ദേഹം സന്ദർശിക്കുന്നു. അദ്ദേഹം കോടികളുടെ സമ്പാദ്യമുണ്ടാക്കിയിട്ടുണ്ട്. കേരളത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ കോടികളുടെ സമ്പാദ്യമുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഇത് തീർച്ചയായും ഞെട്ടിക്കുന്നൊരു കാര്യമാണ്. പിടികിട്ടാപ്പള്ളി എന്ന് പ്രഖ്യാപിച്ച് 42 വർഷം ഒളിവിൽ കഴിയുന്ന സുകുമാരക്കുറുപ്പ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. ജോർജ് ജോസഫ് പറഞ്ഞ പോലെ അദ്ദേഹം മരിച്ചു എന്ന കാര്യം ഞാൻ അംഗീകരിക്കുന്നില്ല. സാറേ, ഈ പിടികിട്ടാപ്പള്ളിയായി പ്രഖ്യാപിക്കുകയും പിന്നീട് ഒരു പരിധിവരെ നിയമ നടപടികൾ അല്ലെങ്കിൽ പോലീസിൻ്റെ അന്വേഷണമെല്ലാം മരവിപ്പിക്കുകയും ചെയ്തൊരു സാഹചര്യത്തിൽ ഇനിയിപ്പോൾ സുകുമാരക്കുറുപ്പിനെ കണ്ടെത്തിയാൽ തന്നെ ഈ നിയമ നടപടികൾക്കുള്ള പ്രസക്തിയും പ്രാധാന്യം എത്രത്തോളം ഉണ്ടാകും? അതിൽ ജീവപര്യന്തം ശിക്ഷ കിട്ടിയിട്ടുള്ള ആളുകളെക്കാൾ ഡബിൾ ജീവപര്യന്തം അദ്ദേഹത്തിന് കിട്ടും. കാരണം അദ്ദേഹം അവിടെ നിന്ന് മുങ്ങി രക്ഷപ്പെട്ട ഒരാളാണ്. അദ്ദേഹം പ്രതിയായിട്ട് പിടികിട്ടാപ്പള്ളിയായിട്ടാണ് കഴിയുന്നത്. അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഈ കൊലപാതകം നടത്തിയാൽ കുറ്റവാളിയാണെന്നുള്ളത്. അതുകൊണ്ട് അതിൽ കിട്ടിയ ശിക്ഷ 308 വകുപ്പ് പ്രകാരം കൊലപാതകം നടത്തിയതിനുള്ള ശിക്ഷ അദ്ദേഹത്തിന് ബാധകമാണ്. അത് അദ്ദേഹത്തിനെ പിടികിട്ടാപ്പള്ളിയായിട്ടാണ് കോടതി ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. ഈ ആൾമാറാട്ടം നടത്തി മറ്റിടങ്ങളിലേക്ക് ഒളിച്ചു താമസിക്കുക, അതുപോലെ തന്നെ ഇപ്പോൾ ഈ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവിനെ കാറിലിട്ട് ചുട്ടുകരിച്ചു കൊന്നു എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായും ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ തന്നെ കോടീശ്വരനാണ് സുകുമാരക്കുറുപ്പ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അത്തരം സ്വത്തുവകകളൊക്കെ കണ്ടുകെട്ടി ഈ കൊല്ലപ്പെട്ട വ്യക്തിക്ക് അത് ലഭ്യമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളിലേക്കൊക്കെ പോലീസിന് കടക്കാൻ സാധിക്കില്ല. സത്യത്തിൽ അത് ചെയ്യേണ്ടതാണ്. അത് അവർക്ക് വേണമെങ്കിൽ സിവിൽ സ്യൂട്ട് ഫയൽ ചെയ്യാം. പക്ഷേ ഗവൺമെൻറ് തന്നെ, കോടതി തന്നെ അതിൻ്റെ അകത്ത് മുൻകൈ എടുത്ത് ചെയ്യുകയാണ് വേണ്ടത് എന്നുള്ള അഭിപ്രായമാണ്. ഇപ്പോഴും കോടതിയിലെ കേസ് കഴിയാത്തതുണ്ട്. കാലാവധി കഴിഞ്ഞല്ലോ, അപ്പോൾ 42 വർഷമായില്ലേ. ശരിക്കും ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഈ സുകുമാരക്കുറുപ്പ് പിടിക്കപ്പെടുകയാണെങ്കിൽ ആ കേസ് ഇപ്പോൾ ലൈവാവും. ഈ സന്ദർഭത്തിൽ അദ്ദേഹം അറസ്റ്റിലായി എന്ന് ബോധ്യപ്പെട്ട് ജയിലാവുകയും ചെയ്യുകയാണെങ്കിൽ ഉടനെ തന്നെ സിവിൽ സ്യൂട്ട് ഫയൽ ചെയ്യാം. അദ്ദേഹത്തിൽ നിന്ന് നഷ്ടപരിഹാരം മേടിക്കാനുള്ള കാര്യങ്ങൾ ആ കേസിൻ്റെ വിധിയുടെ അടിസ്ഥാനത്തിൽ തുടരുക എന്നതായിരിക്കും നന്നാവുക. അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും IOP ഇൻഡിജൻ്റ് OP ഫയൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് കേസ് ഫയൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ തീർച്ചയായും ഈ കാര്യത്തിൽ ഇപ്പോൾ സാർ ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിയ ഈ അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിൻ്റെ ഫലമായി ഇനി ഏതെങ്കിലും കാരണവശാൽ എപ്പോഴെങ്കിലും സുകുമാരക്കുറുപ്പിനെ പിടികിട്ടുകയാണെങ്കിൽ കൊല്ലപ്പെട്ട ആ ഫിലിം റെപ്രസെൻറ്റേറ്റീവിൻ്റെ കുടുംബത്തിന് യുക്തമായ നഷ്ടപരിഹാരം ലഭ്യമാക്കാനുള്ള നടപടിക്രമങ്ങൾ
നീതിന്യായ പീഠത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കൾ കണ്ടമാനുണ്ട്. നമ്മൾ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ചടങ്ങ് തമ്മിൽ പരിപാടിയിൽ പോയപ്പോൾ കേട്ടത്. ഞാൻ കൊണ്ടുവന്ന സംഭവത്തേക്കാൾ അപ്പുറത്തേക്ക് പലരും അന്വേഷണവുമായി പോയിട്ടുണ്ട്. അതിൽ അലി അക്ബർ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അന്വേഷണം വളരെ ഞെട്ടിക്കുന്നതാണ്. അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, തെളിവുകൾ സഹിതമാണ് റിപ്പോർട്ട് കൊടുത്തത്. അത് കൃത്യമായി പുറത്തു വിട്ടാൽ തന്നെ നമ്മൾ എടുക്കുന്നതായിരിക്കും. അതിൻ്റെ പേരിൽ കൃത്യമായി ഒരു അന്വേഷണം നടത്തുകയാണെങ്കിൽ തീർച്ചയായും ആ ചാക്കോൻ്റെ ഭാര്യയ്ക്കും കുടുംബത്തിനും നീതി കിട്ടണം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ യഥാർത്ഥ വസ്തുത അറിയാണ്ടേ, യഥാർത്ഥ പ്രതി അറസ്റ്റിലാവേണ്ടേ. അദ്ദേഹം ഇങ്ങനെ ഒളിവിൽ താമസിക്കുന്ന ഇന്ത്യൻ ജുഡീഷ്യറിക്ക് തന്നെ, പോലീസിന് തന്നെ നാണക്കേടാണ്, കേരള പോലീസിന് പ്രത്യേകിച്ചും. സാർ, ഇനി ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ അവസാനമായിട്ട്. കാരണം ഈ വിഷയത്തിൽ വളരെ ദൂരം മുന്നോട്ട് പോവുകയും അന്വേഷണാത്മക പത്രപ്രവർത്തനം നടത്തിയ ഒരാളെന്ന രീതിയിൽ, അല്ലെങ്കിൽ നിരവധി കേസുകളുമായി ബന്ധപ്പെട്ട് നിരവധി നിയമ പോരാട്ടങ്ങൾ നടത്തിയിട്ടുള്ള ഒരാളെന്ന രീതിയിൽ സത്യസന്ധമായി ഞാൻ സാറിനോട് ഒരു കാര്യം ചോദിക്കുന്നു. ഈ കേസിൽ ഇനി ഏതെങ്കിലും തരത്തിൽ ഒരു തുമ്പുണ്ടാവാനോ സുമാരക്കുറിപ്പിനെ പിടിക്കുവാനോ ഉള്ള സാധ്യതകൾ ഏതെങ്കിലും അവശേഷിക്കുന്നുണ്ടോ? അല്ല, കൃത്യമായി അന്വേഷണം നടത്തിയാൽ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ഉണ്ടല്ലോ, ഈ കുടുംബാംഗങ്ങളുമായിട്ട് സുമാരക്കുറിപ്പ് ഇപ്പോഴും ബന്ധപ്പെടുന്നുണ്ട്. മരിച്ചിട്ടുണ്ടെങ്കിൽ അവർ തീർച്ചയായും അവരെന്ത് ചെയ്യും, അതിൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കും. എന്നിട്ട് അവരുടെ തലയിൽ നിന്ന് അത് ഭാരം ഒഴിവാക്കും. അതില്ലാത്തടത്തോളം കാലം അതിൻ്റെ അർത്ഥം എന്താണ്? അദ്ദേഹത്തിന് ഇവരെ കുടുംബാംഗങ്ങളുമായി ബന്ധമുണ്ട്, ഇപ്പോഴും ബന്ധമുണ്ടെന്നുള്ളത് തന്നെയാണ്. അദ്ദേഹത്തെ അതിനുശേഷം കണ്ടിട്ടുള്ള പല ആളുകളുണ്ട്, അദ്ദേഹത്തെ കൊണ്ടാക്കിയിട്ടുള്ള ആളുകളുണ്ട്, കാറിൽ കൊണ്ടാക്കിയിട്ടുള്ള ആളുകളുണ്ട് അന്ന് രക്ഷപ്പെടാൻ വേണ്ടി. അങ്ങനെയുള്ള ആളുകളെല്ലാം കോർത്തിണക്കിക്കൊണ്ടാണ് തമ്മിൽ എന്നുള്ള പരിപാടി പങ്കെടുപ്പിച്ചത്. അപ്പോൾ അത് പ്രകാരം കണ്ടെത്താനുള്ള ശരിക്കും പോലീസ് ശ്രമിച്ചാൽ, നമ്മളെ ലേറ്റസ്റ്റായ ടവർ ലൊക്കേഷനൊക്കെ എടുത്ത് അദ്ദേഹത്തെ അന്വേഷണത്തിന് പോയി കഴിഞ്ഞാൽ കണ്ടെത്താൻ പറ്റും. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളൊക്കെ റെഡിയാണെങ്കിൽ അവരെ നാർക്കോ അനാലിസിസ് ടെസ്റ്റിന് വിധേയമാക്കിയാൽ അവരെവിടെയാണെന്ന്, ഇവരെ എപ്പോഴാണ് കണ്ടത്, എന്തൊക്കെയാണെന്നുള്ള വിവരങ്ങൾ കണ്ടെത്താൻ പറ്റും. അപ്പം ഇത് കൃത്യമായ ഒരു അന്വേഷണത്തിലൂടെ മാത്രമേ, സയൻറ്റിഫിക്കായ അന്വേഷണത്തിലൂടെ കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ അതിന് ആർജവത്വം കാണിക്കണം. അതിന് ആർജവത്വം കാണിക്കണമെങ്കിൽ രമേശ് ചെന്നിത്തല തന്നെ മുൻകൈ എടുക്കണം. അങ്ങനെയാണെങ്കിൽ തൂഫാനേക്കാൾ അധികം പേരും പ്രശസ്തി ഉണ്ടാക്കുന്ന ഒരു കേസായി അദ്ദേഹത്തിൻ്റെ തലയിൽ പൊൻതൂവൽ ഉണ്ടാകും എന്നുള്ള കാര്യം സംശയമല്ല. തീർച്ചയായും ഒരു നിരപരാധി കൊല ചെയ്യപ്പെട്ടതിൻ്റെ പാപഭാരം കേരള പോലീസിൻ്റെ തലയിൽ നിന്ന് ഒഴിയട്ടെ, കൃത്യമായൊരു അന്വേഷണം നടത്തി കണ്ടെത്തട്ടെ. കൊല ചെയ്യപ്പെട്ട ചാക്കോ എന്ന ഫിലിം റെപ്രസെൻറ്റേറ്റീവിൻ്റെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം